ഏതോ വലിയ കാര്യം വിളിച്ചു പറയുന്ന പോലെ CP ജോൺ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറയാണ്, സ്ത്രീകൾക്കിടയിൽ ഒരു വ്യത്യാസവും ഉണ്ടാകില്ല, സൗജന്യ യാത്ര എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകും, പക്ഷെ അത് കൊടുക്കുന്ന ബസ്സിൽ മാത്രമെന്ന്. നാണം കെട്ട് ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി ഏറ്റവും നിലംപരിശായി കിടക്കുന്നിടത്തു നിന്നും CP ജോണിന്റെ രക്ഷാപ്രവർത്തനം. അതിനാരാണ് ഇവിടെ സ്ത്രീകളിൽ ഒരു വ്യത്യാസം കണ്ടത്? ബസ്സിൽ വ്യത്യാസം കണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബസ്സിലേക്ക് ഈ യാത്രയെ മാറ്റി പറഞ്ഞ ഗ്യാരണ്ടിയിൽ നിന്ന് താഴെ പോയത് നിങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെ പണക്കാരനെന്നോ പാവപ്പെട്ടവരെന്നോ പ്രായമായവരെന്നോ ചെറുപ്പക്കാരെന്നോ വ്യത്യാസമില്ലാതെ സ്ത്രീയാണോ അവർക്ക് ഞങ്ങൾ സൗജന്യ യാത്ര കൊടുക്കുമെന്ന തരം താഴ്ന്ന നെറുകെട്ട വർത്താനം ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറയാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ധൈര്യമുണ്ടല്ലോ, രാഷ്ട്രീയ മര്യാദയുടെ മുഴുവൻ സീമകളും ലംഘിച്ചു പോയി എന്ന് 100% ഉറപ്പിച്ചു പറയാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ്. എന്താണ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ നിങ്ങൾ പറഞ്ഞ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഗ്യാരണ്ടി ആയിരുന്നു, ഒരു വാഗ്ദാനമായിരുന്നു KSRTCയിലെ സൗജന്യ യാത്ര. അന്ന് മുഖ്യധാര രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവൻ വന്ന് പറഞ്ഞതാണ് മാധ്യമങ്ങളിൽ, സോഷ്യൽ സൈബറിടങ്ങളിൽ മുഴുവനും. കർണാടകയിൽ എവിടെയൊക്കെ സൗജന്യ യാത്ര നടപ്പാക്കിയിട്ടുണ്ടോ അവിടെ മുഴുവനും RTC വലിയ രീതിയിലുള്ള കടക്കണിയിലേക്ക് ഗവൺമെന്റ് പോലും പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭദ്രത പോലും ഇടിച്ചു പൊളിച്ച് കളയുമെന്ന് പറഞ്ഞപ്പോ അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന ഒരൊറ്റ വാഗ്ദാനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഉറച്ചു നിന്ന UDFും കോൺഗ്രസുമാണ്. ഭരണം കിട്ടി അന്ന് സിക്കിലാണ് KSRTC എന്ന് പറഞ്ഞു തുടങ്ങിയെടുത്തു നിന്ന് ഞങ്ങൾ പഠിക്കുകയാണ് എന്ന് VD സതീശൻ പറഞ്ഞുകൊണ്ട് നടന്നെടുത്തു നിന്ന് ഇപ്പോൾ അവസാനം സ്ത്രീകൾക്കിടയിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല, എല്ലാ സ്ത്രീകൾക്കും ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കും, അത് ഏത് ബസ്സിലാണ് എന്ന് മാത്രമാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ്, ജൂൺ 15 ദിവസങ്ങൾ ബാക്കി നിൽക്കെ എഴുതി വെച്ചോളൂ. ഏതെങ്കിലും 1-2 ബസ്സുകളിൽ അല്ലെങ്കിൽ ഒരു പിങ്ക് ബസ് എന്നൊരു കൺസെപ്റ്റ് ഇറക്കി വളരെ ചുരുങ്ങിയ രീതിയിൽ ഇന്ദിരാ ഗ്യാരണ്ടി സൗജന്യ യാത്രയെ മുഴുവനും ഒറ്റപ്പെടുത്തി ഒരു ചെറിയ രീതിയിൽ നാമമാത്രമായി പേരിന് അത് കൊണ്ടു നടക്കും എന്നുള്ളതിന്റെ എല്ലാ സൂചനകളുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 100% നാഴികയ്ക്ക് 40 വട്ടം ഈ പറയുന്ന നയപ്രഖ്യാപനത്തിലടക്കം KSRTCയുടെ വരാനിരിക്കുന്ന വലിയ ബാധ്യതകളെ കുറിച്ച് പറയാതെ പറഞ്ഞു വെച്ചത്.